സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഗ്രഹണ നമസ്കാരത്തിന് ഇമാമായി നിന്നു. സൂര്യഗ്രഹണ നമസ്കാരം. ആ സൂര്യഗ്രഹണ നമസ്കാരത്തിന് ഇമാമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മിഹ്റാബിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ സാധനം എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് പോലെ പ്രവാചകൻ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചുകൊണ്ട് പിന്മാറുന്നത് പോലെ പിറകോട്ട് മാറി. സഹാബത്തിനൊന്നും മനസ്സിലായില്ല. നിസ്കാരമെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, തങ്ങൾ എന്താണ് നിസ്കാരത്തിൽ മുന്നോട്ട് നടക്കുന്നത് ഞാൻ കണ്ടു, ബേക്കോട്ട് നടക്കുന്നതും ഞാൻ കണ്ടല്ലോ, എന്തു പറ്റി നബിയെ നിസ്കാരത്തിൽ? അള്ളാന്റെ റസൂല് പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് ഇമാമായി മിഹ്റാബിൽ നിൽക്കുമ്പോൾ അള്ളാഹു സ്വർഗം എന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഞാൻ ശരിക്ക് സ്വർഗം ഇങ്ങനെ കണ്ടു. ഇന്നത് പറഞ്ഞാൽ പ്രയാസമല്ല. ഇനി നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും നടക്കുന്നത്. എവിടെ നടക്കുന്ന കളിയും നമ്മളെ ബെഡ്റൂമിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വർഗം കണ്ടപ്പോൾ, അതിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മുന്തിരിക്കുല കണ്ടപ്പോൾ അതെന്റെ തൊട്ടു മുമ്പിലായി എനിക്ക് തോന്നി. ആ മുന്തിരിക്കുല കണ്ടപ്പോൾ എനിക്ക് ആശയുണ്ടായി, അത് പറിച്ചെടുക്കാനും നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ മുന്തിരിക്കുല പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മുമ്പോട്ട് നടന്നതാണ് സഹാബത്തെ. ശഫീഉനാ റസൂലുള്ളാഹി മുന്തിരിക്കുല പറിക്കാൻ വേണ്ടി പോയതാ. അതെങ്ങാൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് മതിയാവും. എത്ര എടുത്താലും തീരൂലല്ലോ. പക്ഷെ കിട്ടിയില്ല, പോയി, അകന്നുപോയി. പിന്നെ നബി തങ്ങളോട് ചോദിച്ചു, എന്തിനാ നബിയെ ബേക്കോട്ടടിച്ചത്? പെട്ടെന്ന് തങ്ങൾ പിറകോട്ട് മാറിയല്ലോ. ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ പിറകോട്ട് മാറിയത് സ്വർഗം കാണിച്ചെന്ന്. അതേ സ്ഥലത്ത് അള്ളാഹ് നരകവും കാണിച്ചു തന്നു. ഭയാനകമായ നരകം എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ആ നരകത്തിന്റെ ഭയാനകത കണ്ടപ്പോൾ, നരകത്തിൽ കത്തിക്കരിയുന്ന ഇബ്ലീസുൽ ലഈൻ ഒരു തീക്കൊള്ളിയെടുത്ത് എന്റെ നേരെ ചൂണ്ടിയപ്പോൾ ഞാൻ പിറകോട്ട് മാറിയതാണ് സഹാബത്തെ. ശഫീഉനാ റസൂലുള്ളാഹി. ഹദീസ് സുദീർഘമാണ്. എന്റെ വിഷയത്തിന്റെ ഭാഗം മാത്രം പറയുകയാണ്. സഹാബത്ത് ചോദിച്ചു, നരകത്തിൽ ആരാണ് നബിയെ കൂടുതൽ? ഉടനെ പ്രവാചകർ പറഞ്ഞു, വറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ. നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളാകുന്നു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഇത് കേട്ടപ്പോ പുരുഷന്മാരുടെ മനസ്സ് തേങ്ങി. അവർ ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ നരകത്തിൽ വരാൻ കാരണം? ബികുഫ്രിഹിന്ന, നന്ദി കെട്ട സ്വഭാവമുള്ളത് കൊണ്ടാണ്, കുഫ്ർ കൊണ്ടാണ്. ബികുഫ്രിഹിന്ന എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, യക്ഫുർന ബില്ലാ, അള്ളാഹിനോട് നന്ദി കെട്ട സ്വഭാവം കാണിച്ചത് കൊണ്ടാണോ, അള്ളാഹുവിനോട് കുഫ്ർ കാണിച്ചത് കൊണ്ടാണോ നരകത്തിൽ വന്നത്? ഉടനെ പ്രവാചകർ പറഞ്ഞു, അല്ല, വലാക്കി യക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തത് കൊണ്ടാണ്. ഭർത്താക്കന്മാരോട് വളരെ നന്ദിയില്ലാതെ പെരുമാറും. എത്ര നിഅമത്ത് ചെയ്തു കൊടുത്ത ഭർത്താവാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും അതെല്ലാം തള്ളിപ്പറയുന്ന സ്വഭാവം, നിസാരമായി കാണുന്ന സ്വഭാവം, ആ സ്വഭാവക്കാരിയായ പെണ്ണുങ്ങളാണ് നരകത്തിൽ കൂടുതലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ കുറവല്ല, നോമ്പിന്റെ കുറവല്ല, ഖുർആൻ പാരായണത്തിന്റെയോ സദഖയുടെയോ കുറവല്ല, ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തൊരൊറ്റ കാരണമാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ വന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആലോചിച്ചു, നിങ്ങൾ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ നമ്മളെ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ. ഭർത്താവിനോട് നന്ദിയില്ലാതെ പെരുമാറിയത് കൊണ്ടാണ് നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ വന്നത്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആലോചിക്കേണ്ടതല്ലത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ഗുണം അനുസരണമാണ് ഒരു പെണ്ണിനുണ്ടാവേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ മറ്റു ഗുണങ്ങളൊന്നും എണ്ണി പറയണ്ട. നിസ്കരിക്കുന്നോ, നോമ്പ് വിൽക്കുന്നോ, ഹജ്ജിന് പോയിരുന്നോ ഒന്നും പറയേണ്ട ആവശ്യം. ഇതുണ്ടോ? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഹിയ ജന്നത്തുക്കി ഹിയ നാറുക്കി, നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണ്. ഭർത്താവുമായുള്ള ബന്ധം നന്നായാൽ അക്കാരണം കൊണ്ട് സ്വർഗം, ഭർത്താവുമായുള്ള ബന്ധം മോശമായാൽ അക്കാരണം കൊണ്ട് നരകം. ഭർത്താവ് നിന്റെ സ്വർഗം, ഭർത്താവ് നിന്റെ നരകം. ആ ഹദീസ് ആലോചിച്ചു. രണ്ടാമതായി ഒരു സ്ത്രീക്കുണ്ടാവേണ്ട ഗുണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, അയ്യുൻ നിസായി ഖൈറു യാ റസൂലല്ലാഹ്, ഏതൊരു പെണ്ണാണ് നബിയെ ഖൈറായ പെണ്ണ്? പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നല്ല പെണ്ണ് ഏതാണ്? നല്ല ഭാര്യ ഏതാണ്? നല്ല ഭാര്യയാണ് നമ്മുടെ വിഷയം. ഇവിടെ ചോദിക്കുന്നു റസൂലുള്ളാഹിനോട്, അയ്യുൻ നിസായി ഖൈറു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഏതൊരു പെണ്ണാണ്, ഏതൊരു ഭാര്യയാണ് ഖൈറായ ഭാര്യ, നല്ല ഭാര്യ ആരാണ്? നമ്മളെ വിഷയത്തിന് മറുപടി അള്ളാന്റെ റസൂല് പറയാണ്. പ്രവാചകനോട് ഇതേ ചോദ്യം ചോദിച്ചു, നല്ല ഭാര്യ ആരാണ്?
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ്? തസുറുഹു ഇദാ നളർ തസുറുഹു ഇദാ നളർ വതുതിഉഹു ഇദാ അമർ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. നല്ല ഭാര്യയുടെ ലക്ഷണം. ആരാണ് നല്ല ഭാര്യ? തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. പുറത്തിറങ്ങിപ്പോകുന്ന ഭർത്താവ് എത്ര ക്ലേശങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മുഖത്തേക്ക് നോക്കിയാൽ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ആ ഭാര്യയുടെ മുഖം കാണലോടുകൂടി അവന്റെ വിഷമങ്ങളെല്ലാം തീർന്നുപോയി, അവന്റെ മനസ്സ് സന്തോഷിച്ചു പോയി. അങ്ങനെ ഭർത്താവ് മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ വിഷമങ്ങൾ നീക്കിക്കളയുന്ന നല്ല സന്തോഷവതിയായ മുഖത്തോടുകൂടെ ഭർത്താവിനെ കാണുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്നു. എന്ത് വിഷമുണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഭാര്യയുമായുള്ള ബന്ധം, അവളെ മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷം. അതാ ഖൈറായ പെണ്ണ്, നല്ല ഭാര്യ അതാണ്. തസുറുഹു, അവൾ നിന്നെ സന്തോഷിപ്പിക്കും. ഇദാ നളറ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ സന്തോഷമായി. അവളുടെ മനോഹരമായ തിളക്കമുള്ള സന്തോഷത്തിന്റെ മുഖം, സ്നേഹത്തിന്റെ മുഖം, സ്നേഹം വായിച്ചെടുക്കാൻ പറ്റുന്ന മുഖം കണ്ടാൽ, ഇത്ര വലിയ സ്നേഹനിധിയായ ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ, ഇത്രയേറെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നും അവന്റെ മുമ്പിൽ പ്രശ്നങ്ങളെയല്ല. ആ രൂപത്തിൽ ഭർത്താവിന്റെ മുമ്പിൽ മുഖം കാണിക്കാൻ കഴിയുന്ന പെണ്ണ്, അവളാണ് നല്ല ഭാര്യ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ ഗുണം, നോട്ടത്തിൽ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ. രണ്ടാമത്തെ ഗുണം പ്രവാചകൻ പറയുന്നത് വതുതിഉഹു ഇദാ അമർ, എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവൾ, ഭർത്താവിനോട് എതിർക്കാത്തവൾ. തുതിഉഹു, ഭർത്താവിനിക്ക് വഴിപ്പെടും. ഇദാ അമറ, അവൻ കൽപ്പിച്ചാൽ, ഭർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അതനുസരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അവൾക്ക് വലിയ താല്പര്യമാണ്. അവൾക്ക് ഇഷ്ടമുണ്ടായാലും അവരുടെ പ്രകൃതിയോട് യോജിക്കുന്നതല്ലെങ്കിൽ പോലും ഭർത്താവിനിക്ക് വഴിപ്പെടുക എന്ന വിഷയത്തിൽ വളരെ തൽപരയാണ് അവൾ. എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവളെന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്, അവളുടെ ശരീരത്തിലും അവളെ സമ്പത്തിലും ഭർത്താവിற்கு ഇഷ്ടമില്ലാത്ത ഒന്നും അവൾ ചെയ്യാത്തവളാണ്. അവളെ ശരീരം ഭർത്താവിനുള്ളതാണ്. ആ ശരീരത്തിലേക്ക് നോക്കാനോ മറ്റുള്ളവർ അനുവദിക്കാത്ത പെണ്ണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത പെണ്ണ്, അവളെ നഫ്സിലും അവളെ സമ്പത്തിലും ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യാത്തവൾ, ഈ മൂന്ന് കാര്യങ്ങളുള്ളവളാണ്, ഈ മൂന്ന് ലക്ഷണമുള്ളവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന് മനസ്സിലായില്ലേ? അവളെ മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് പുളകിതമാകുന്നു. എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നു. അവളെ ശരീരം, അവളെ സമ്പത്ത്, അത് രണ്ടിലും ഭർത്താവിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവൾ. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ബീവി ഖദീജയുടെ ശരീരം, ബീവി ഖദീജയുടെ സമ്പത്ത്, അത് മുഴുവനും ഭർത്താവിനുള്ളതാണ്. ദരിദ്രനായ ഭർത്താവിനുള്ളതായി നീക്കിവെച്ചു ഖദീജ. ശരീരം ഭർത്താവിന്, തന്റെ സമ്പത്ത് ഭർത്താവിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയേറെ സ്നേഹിച്ചു ആ നബിനെ, എത്രയേറെ അനുസരിച്ചു. സൗന്ദര്യമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം, സൗന്ദര്യമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം, ആരോഗ്യമല്ല, പ്രായമല്ല. പിന്നെന്താണ്? ഖദീജ ബീവി നബിയേക്കാൾ പ്രായമുള്ള പെണ്ണാണ്. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 വ്യക്തികൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊരാൾ കല്യാണം കഴിച്ചയാൾ മരിച്ചുപോയി, പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചു. അതും കഴിഞ്ഞിട്ട് 3ാമത്തെ വിവാഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നടക്കുന്നത്. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലാണ്. എന്നിട്ട് പോലും നബിയുടെ മനം കവർന്ന മഹദി സൗന്ദര്യമല്ല, ആരോഗ്യമല്ല, അതുപോലെ കന്യകത്വമല്ല, അതൊന്നുമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം. സ്നേഹമുണ്ടാക്കുന്ന വസ്തുക്കൾ അതൊന്നുമല്ലെന്ന് ഖദീജ ബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാണ്. എല്ലാം ഭർത്താവിന് വേണ്ടിയുള്ള സമർപ്പണം, തന്റെ സമ്പത്ത്, തന്റെ ശരീരം, എല്ലാം ഭർത്താവിന് വേണ്ടി, ഭർത്താവിനെ പരിപൂർണമായി അനുസരിക്കുന്നവൾ. അങ്ങനത്തെ ഒരു പെണ്ണ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അവൾ പ്രായമുള്ളവളാണെങ്കിലും, അവൾക്ക് സൗന്ദര്യമില്ലെങ്കിലും, അവൾക്ക് സമ്പത്തില്ലെങ്കിലും, അവളെ മുമ്പ് പല ആളുകളും കല്യാണം കഴിച്ചവളാണെങ്കിലും മഹബത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതൊന്നുമില്ലാത്തൊരു പെണ്ണ്, ആ കന്യകയാണ്, ആരും തൊടാത്ത പെൺകുട്ടിയാണ്, സുന്ദരിയാണ്, പണക്കാരിയാണ്, ചെറുപ്പക്കാരിയാണ്, ഒക്കെയാണ്. പക്ഷെ അനുസരണം എന്ന് പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ വസ്തുവിന് പറ്റില്ല. 2 ദിവസം കൊണ്ട് മടുത്തിരിക്കും. പോലെ വീട്ടില് കല്യാണം കഴിച്ചിട്ട് കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ,
പിടിയക്കൊലയുമലുണ്ടാവും, അല്ലെ ആളില്ലാത്ത സ്ഥലത്തെവിടെങ്കിൽ ഇരുട്ടത്തിരുന്ന് വർത്താനം പറയുണ്ടാവും. എന്താടോ വീട്ടിൽ പോണില്ലേ? സമയം എത്രയായി? സമയം 12 മണി. 12 ആയിട്ടുള്ളൂ, കുറച്ചുകൂടി കഴിയട്ടെ അറിയും. എന്താ കാരണം? ഈ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സുഖം അവിടെ കിട്ടൂല. അതിനെ കട്ടി നല്ല ഇവിടെ ഇരിക്കലല്ലേ. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ വീട്ടിൽ പോകാതെ ഇങ്ങനെ 12 മണി 12:30 1 മണിക്കൊക്കെ വീട്ടിൽ പെരയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചൂട്. നിങ്ങളെന്താ നേരത്തെ വരാത്തതിന് കാരണം എന്താ? നമ്മളൊരു പങ്കാളിയാണ്. മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷിപ്പിക്കുന്നവൾ, കൽപ്പിച്ചാൽ അനുസരിക്കുന്നവൾ, സമ്പത്തിലും ശരീരത്തിലും ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവൾ, അവളാണ് നല്ല ഭാര്യ എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തല പകർത്താൻ നമ്മുടെ സഹോദരിമാർക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ.